ഇവർ മൂന്ന് പേരും നമുക്കറിയാം പേഴ്സണലായി അഥവാ പേഴ്സണൽ പൊളിറ്റിക്കലായിട്ട് അത്ര കുഴപ്പക്കാരായ ആൾക്കാരല്ല. പക്ഷേ എന്താ പറയുക, ചെയ്യുന്ന ജോലിയുടെയും എടുക്കുന്ന വേഷത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ കൊണ്ട് പലപ്പോഴും നമ്മളുടെയൊക്കെ വളരെ നിശ്ചിതമായ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന ആളുകളുമാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഇവരെ കൊണ്ട് ഓരോന്നായിട്ട് മെല്ലെ പറഞ്ഞ് പറയിപ്പിക്കാം. അപ്പം ആദ്യത്തെ ഒരു കാര്യം എനിക്ക് മൂന്നാൾക്കാരോട് ചോദിക്കാനുള്ളത്, ആദ്യം അപർണയോട് ചോദിക്കാനുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്നാണല്ലോ. നിങ്ങളും ഇവിടെയുള്ള എല്ലാവരെയും പോലെയും വ്യക്തികളാണ്, രാഷ്ട്രീയ ജീവികളാണ്. ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ്. ജോലി ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വലിയൊരു പരിധി വരെ നിങ്ങളുടെ പേഴ്സണൽ പൊളിറ്റിക്സിനോട് എത്രത്തോളം യോജിക്കുമെന്ന് അറിയാത്ത സ്ഥാപനങ്ങളുടെ, ഇപ്പോൾ അപർണയുടെ കേസിന് ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് മാധ്യമത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. ആ ഡുവാലിറ്റിയെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാണുന്നത് എന്നൊന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനൊരു ചോദ്യത്തിനുള്ള ഒരു സമയം കിട്ടുന്നത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്കില്ല. നമ്മളിതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് വിഷയമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്കിത് എത്രത്തോളം, ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ, നമ്മുടെ ഈ സെഷൻ്റെ ചോദ്യം വാക്ക് തന്നെ നിഷ്പക്ഷത എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ് വരുന്നത്. ഒരു പൊതുബോധം നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ നിഷ്പക്ഷരാകണ്ട, അല്ലെങ്കിൽ നിഷ്പക്ഷരാകുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു രാഷ്ട്രീയ പക്ഷമുണ്ടല്ലോ, നിങ്ങൾ ആ പക്ഷമല്ലേ പാലിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ. ആ ചോദ്യവും, അതോ നിങ്ങൾ നിഷ്പക്ഷരായി ഈ വാർത്തയാണോ കൊടുക്കേണ്ടത് എന്നുള്ള രണ്ട് ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ഫേസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ പോളിസി അല്ലെങ്കിൽ പോളിസി എടുക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുമ്പോൾ, ആ വാർത്ത അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് വരുമ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു അജണ്ട വെച്ചിട്ടോ ഒരു പോളിസി വെച്ചിട്ടോ ഒരുപാടൊന്നും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുമായിരിക്കും ഒരു പക്ഷേ തുടക്കത്തിൽ ഒരു വാർത്ത കൊണ്ടുവരുന്ന സമയത്ത് ഒരു 1 hour ഒരു ചർച്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു നിലപാട് പിടിച്ചു കൊണ്ടുപോകുക അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ടെക്നിക്കലിയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു നിലപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റും പേഴ്സണലി. അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടിൽ 1 മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകുക, എനിക്ക് തോന്നുന്നത് നല്ല ബുദ്ധിയുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനോ ആണെങ്കിൽ അത് ഏത് സ്ഥാപനം ഇൻസിസ്റ്റ് ചെയ്താലും സുഖമായിട്ട് അവനവൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡയറക്റ്റായിട്ട് പറയണമെന്നില്ല, ബൈ ക്വസ്റ്റ്യൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ടാവാം, ഇതൊക്കെ പറ്റും. അപ്പോൾ ആ ചോദ്യത്തെക്കാളും കൂടുതൽ ഞാൻ വിചാരിക്കുന്ന റെലവൻസ് നിഷ്പക്ഷത വേണമോ, നിങ്ങളൊരു പക്ഷത്ത് നിൽക്കുമോ എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ നമുക്കൊരു സൈബർ അറ്റാക്കൊക്കെ വരുമ്പോൾ ഇത് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പക്ഷം പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാനാണെങ്കിലും അഭിലാഷാണെങ്കിലും ശരത്തേണ്ണൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു പക്ഷം പിടിച്ചുകൊണ്ട് നിങ്ങളിത് എടുക്കണ്ടേ? നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷം ഇതിനകത്ത് നിഴലിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ ഒരു സംശയം, ഇപ്പം ഈ ഇത്രയും വർഷം ആയി നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ നിഷ്പക്ഷമായിട്ട് ഒരു വാർത്തയെ അവതരിപ്പിക്കുകയും ഡിബേറ്റിനെ അവതരിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ നിങ്ങൾ ഏതെങ്കിലും പക്ഷത്ത് നിന്ന് പറയുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. നിഷ്പക്ഷമായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് ഈസി, അത് ഈസിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പൊതുബോധം അത് സമ്മതിക്കില്ല, സോഷ്യൽ മീഡിയ അത് സമ്മതിക്കില്ല, പ്രേമേട്ടനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അത് സമ്മതിക്കില്ല. അതേസമയം പക്ഷത്ത് നിന്ന് പറയുമ്പോൾ അത് നിങ്ങളൊരു ജേർണലിസത്തോട് ചെയ്യുന്ന ഒരു നീതിയാണോ എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അജണ്ടയേക്കാൾ അപ്പുറത്തേക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ഒരു ബാലൻസിങ് ഉണ്ട്. അതാണ് പേഴ്സണലി ഞാൻ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് നടത്തുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഇന്ന് നടത്തുന്ന ഒരു അഭിമുഖത്തിന് നമ്മളെ ഇന്ന് ചീത്ത വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അണികളായിരിക്കില്ല നാളെ നമ്മളെ ചീത്ത വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ. അത് അടുത്ത ദിവസം നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിരിക്കും. അപ്പോൾ ആ ജേർണലിസ്റ്റിന് പക്ഷമുണ്ടോ അതോ നിഷ്പക്ഷമാണോ? എന്താണ് പൊതുബോധം ആവശ്യപ്പെടുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
എനിക്ക് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം അപർണയോട് തന്നെ ചോദിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കേസിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് മറ്റുള്ളവർ എങ്ങനെ വസ്ത്രം ധരിക്കണം, വസ്ത്രങ്ങളെ പറ്റി നമുക്ക് അഭിപ്രായങ്ങളാവാം, യാതൊരു സംശയവുമില്ല. ഞാൻ ജുബ്ബ ഇടുന്നതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾ ടീഷർട്ട് ഇടുന്നതിനെ പറ്റി ഞാൻ അഭിപ്രായം പറയാം. പക്ഷേ അപർണ പാൻസ് ഇടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ഭയങ്കര അക്രമമാണ്. ഞാൻ പറയും അപർണയെ പറ്റില്ല, അപർണയെ പറ്റില്ല, പാൻറ് ഇടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്ന അക്രമമാണ്. അങ്ങനെ പറയുന്നത് ഒരു പബ്ലിക് സ്പേസിൽ ശരിയല്ലാത്ത കാര്യമാണ്. നല്ല ബോധ്യമുള്ള അപർണ പോലും, അപർണക്കുറുപ്പ് പോലും രാഹുൽ ഈശ്വരനെ വിളിച്ചിട്ട് ഇത് തന്നെ പറയിപ്പിക്കുന്നുണ്ട് പിന്നെയും. അതായത് ഒരു ഡിബേറ്റിൽ പറയേണ്ട കാര്യമല്ല. കാരണം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആള് ആ സ്ത്രീക്കെതിരെ നടത്തിയ പരാമർശങ്ങളും അതിന് ശേഷം വരുന്ന നിയമ നടപടികളുമാണ്. അത് ഹണി റോസ് പറഞ്ഞ പോലെ അത് കോടതിയുടെ കയ്യിലാണ്, പോലീസിന്റെ കയ്യിലാണ്. അപ്പം അവരുടെ ഡ്രസ്സ് ശരിയാണോ എന്നുള്ളത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്ന് അപർണക്കുറുപ്പിനെ അറിയാം. എന്നിട്ട് പോലും അതേ ന്യായം പറയുന്ന ആളെ തന്നെ വിളിച്ച് ചെയ്യേണ്ടി വരുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷറാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പേഴ്സണലി ബോധ്യമുള്ള ഒരു കാര്യം അതിന് നേർ വിപരീതമായ കാര്യം ചെയ്യേണ്ടി വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ, അഥവാ ഇതൊരു ജോലിയാണ്, മറ്റെല്ലാ ജോലിയും പോലെ ഒരു ജോലിയാണെന്ന് മലയാളികൾ ഇതുവരെ ആ അർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. മലയാളികൾ മഹാഭൂരിപക്ഷം വിചാരിക്കുന്നത് നിങ്ങൾ മാത്രം ആദർശധീരന്മാരായിട്ടുള്ള ആദർശത്തിൻ്റെ ഐഡിയലിസത്തിൻ്റെ സിംബൽസ് ആണെന്നാണ്. ഈ ഡുവാലിറ്റി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് കൂടിയാണ് എന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു മാധ്യമപ്രവർത്തനം, ഞാൻ വിചാരിക്കുന്നത് മാധ്യമപ്രവർത്തനത്തിനകത്ത് രണ്ട് സൈഡും അഡ്രസ്സ് ചെയ്തു പോകട്ടെ. ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ഒരാൾ ഈ വെർഷൻ പറയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന വെർഷൻ തെറ്റാണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മളൊരു സോളിലോക്കി നടത്തുമോ അവിടെ? അതായത് രാഹുൽ ഈശ്വരനെ പോലെ ഈ വാദം ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരാൾ ആ സ്പേസിൽ ഉണ്ടായാലല്ലേ ആ വാദം തെറ്റാണെന്ന് പറയാൻ മറ്റുള്ളവർക്ക് പറ്റുള്ളൂ. ഇത് അതല്ലാതെ ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ ഒരു ചർച്ചയിലിരുന്ന് ഒരേ വാദം അവതരിപ്പിച്ചു പോയി, ഇത് എങ്ങനെയാണ്, ഇത് ഏത് വാദമാണ് നമ്മൾ പൊളിക്കുക? ഇപ്പോൾ ഓക്കെ, ഡിബേറ്റ് കാണാൻ ആൾക്കാർക്ക് അപ്പുറത്ത് രാഹുൽ ഈശ്വരനെ പോലെ ആരെങ്കിലും വേണമല്ലോ എന്ന് ഒരു വശത്ത് പറയാം. അതല്ലെങ്കിൽ ഈ വാദം ആര് പറയും? പിന്നെ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കള്ളനാണെങ്കിലും കൊലപാതകയാണെങ്കിലും ഏത് വെർഷനാണെങ്കിലും അവർ പറയാനുള്ളത് കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രോപ്പർ ജേർണലിസം. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു അഭിമുഖം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തഗ് ഡയലോഗ് അതിനകത്തില്ല. അത് ഒരു പക്ഷേ ന്യൂസ് ചാനലിന് നൽകുന്ന ഒരു അഭിമുഖമായതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എടുത്തതാകാം. അങ്ങനെ ഒരു അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ ഏത് തരം റിയാക്ഷൻ കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ എന്നെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്തേനെ. ഫോർച്ചുനേറ്റ്ലി അതുണ്ടായില്ല. പക്ഷേ രാഹുൽ ഈശ്വരനെ പോലെ ഒരാൾ വരുമ്പോഴാണ് ഇതിങ്ങനെ ഈ ഡ്രസ്സ് അടക്കമുള്ള കൺസെൻറ്റ് പറയാനുള്ളതാണെന്നും അത് അംഗീകരിക്കാനുള്ളതാണെന്നും എനിക്ക് പറയാനൊരു സ്പേസ് ഉണ്ടാകുക, ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാൻ സ്പേസ് ഉണ്ടാകുക, സൈബർ അറ്റാക്കിനെതിരെ എനിക്ക് പറയാൻ സ്പേസ് ഉണ്ടാകുക. എങ്ങനെയാണ് ഒരു വെർഷനിൽ നിങ്ങളത് ചോദിക്കുക? എങ്ങനെ ഒരു ഡിബേറ്റിന് അത് ചോദിക്കാൻ പറ്റും? ഒരു വെർഷനിൽ നിങ്ങൾ എങ്ങനെ മറ്റേ വാദം നിങ്ങൾ എങ്ങനെ പൊളിക്കും? ഈ അപർണയുടെ ഈ പരാമർശത്തിലൂടെ അഭിലാഷിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഞാൻ. സത്യത്തിലേ ആളുകൾ കണ്ടന്റ് വ്യൂ ചെയ്യണമെങ്കിൽ, ചർച്ച കാണണമെങ്കിൽ രണ്ട് പക്ഷത്ത് നിന്ന് ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ബോധമുണ്ടല്ലോ, അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ടല്ലോ. ഈ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അവിടെ വാദിക്കാൻ വേറൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇല്ല, കടൽ വെള്ളം കുടിച്ചാൽ നല്ലതാണ് എന്നൊരാൾ വാദിച്ചാലേ ഈ കടൽ വെള്ളം കുടിച്ചാൽ ദോഷമാണെന്ന് വിശ്വസിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് അത് എന്ത് തരം ബോധ്യമാണ്? എങ്ങനെയാണ് അഭിലാഷ് ഈ ഒരു സാധനത്തെ അഡ്രസ്സ് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ മറ്റു തരത്തിലുള്ള എക്സ്റ്റേണലായ പ്രഷേഴ്സ് കാരണം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതിനെ പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു കോംപ്രമൈസ് അല്ല. രണ്ട്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷറും അല്ല. നേരത്തെ അപർണയോട് ചോദിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ കൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ഈശ്വരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ വിഷയം 2 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസവും രാഹുൽ ഈശ്വർ അതിഥിയായിരുന്നു. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷറല്ല, എൻ്റെ ചോയ്സാണ്. എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ചിന്താധാര മാത്രമല്ല ഉള്ളത്, വ്യത്യസ്ത ചിന്താധാരകളുണ്ട്. നമ്മൾ ഒരു എക്കോ ചേമ്പറിനകത്തിരിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ പറയുന്നത് പോലെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ കരുതും. പക്ഷേ അതല്ല. സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ഉള്ളതാണ് എന്ന് മാത്രമല്ല. ഇപ്പോൾ ഈ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം എടുക്കൂ. ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്കും അവിടെ ഹണി റോസിൻ്റെ പക്ഷമാണ് ശരി എന്ന ഉറച്ച ബോധ്യമുണ്ടാകും. അതൊരു രാഷ്ട്രീയമായ ബോധ്യമാണ്. ഒരാളുടെ വസ്ത്രം എന്നുള്ളത് ഒരാളുടെ ചോയ്സാണ്, ഒരാളുടെ സ്വയം നിർണയാവകാശമാണ് എന്നുള്ള ബോധ്യമാണ്. പക്ഷെ നമ്മൾ കേരളം എന്ന സമൂഹത്തെ ആകെ എടുത്താൽ ഈ
പ്രപ്പോർഷൻ നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു ചർച്ച കാണുന്നതിൽ 90% ആളുകളും അക്കാര്യത്തിൽ രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരുമാണ് ശരി, ഹണി റോസ് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂസ് ചർച്ചകളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം. ഇപ്പോൾ പൊതുബോധം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഹണി റോസിനെതിരും രാഹുൽ ഈശ്വറിനും ബോബി ചെമ്മണ്ണൂരിനും അനുകൂലവുമാണ്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരൊറ്റ ചാനൽ, ഒരു സിംഗിൾ ചാനൽ ആ പൊതുബോധത്തിന് അനുകൂലമായി, ആ പൊതുബോധത്തെ സുഖിപ്പിക്കാൻ അതിന് അനുകൂലമായ സമീപനം എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ വ്യത്യസ്ത ഉടമസ്ഥതയിലുള്ള, ഇപ്പോൾ അംബാനി മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള ചാനൽ വരെയുണ്ട് കേരളത്തിൽ. അങ്ങനെ വ്യത്യസ്ത ഓണർഷിപ്പുള്ള ചാനലുണ്ട്. ഏതെങ്കിലും ഒരൊറ്റ മാധ്യമം ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ പൊതുബോധത്തിൻ്റെ പക്ഷത്ത് നിന്നോ? ഇല്ല. രാഹുൽ ഈശ്വർ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ പ്രോഗ്രസീവായ തോട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള തോട്ടുണ്ട്. റിഗ്രസീവായ തോട്ട് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ പ്രോഗ്രസീവായ തോട്ടുള്ള ആളുകളെ മാത്രം ക്ഷണിച്ചിരുത്തിയാൽ നമ്മൾ വളരെ പ്രോഗ്രസീവായ ഒരു സ്പേസിൽ നിൽക്കുന്നു. അതുകൊണ്ട് റിഗ്രസീവായ തോട്ട്സ് ഈ സമൂഹത്തിൽ ഇല്ല എന്നുണ്ടോ? ഇല്ല. അതവിടെ ആ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, നമ്മളൊരു പൊതുമണ്ഡല വ്യവഹാരം എന്നുള്ള നിലയിൽ ഒരു ചർച്ചയെടുത്താൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ ആവശ്യമുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, എൻ്റെ കൂടെയുള്ള ബാക്കി 3 പേരും അത് ഏറ്റു പറയുന്നു. അതൊരു സംവാദമല്ല, അത് ഭജനയാണ്. ഭജന, അങ്ങനെ ഭജന നടത്തുന്ന ആളുകളുണ്ടാവും. ഞാൻ ഭജനം നടത്തുന്ന ആളെ അല്ല. ഞാൻ പറയുന്നു അതേ കാര്യം ബാക്കി 4 പേരും പറയുന്നു. അങ്ങനെ ഭജന നടത്തുന്നവരുണ്ടോ? എനിക്കറിയില്ല, ഞാൻ പറയാണ്. ഞാൻ ഭജന നടത്തുന്ന ആൾ, ഞാൻ ഒരു കാര്യം പറയുന്നു, ശരിയാണ്, വളരെ ശരിയാണ് നിങ്ങൾ പറയുന്നത്, അങ്ങേയറ്റം. ഇത് 1 മണിക്കൂർ ഇരുന്ന് ഒരേ കാര്യം എല്ലാവരും പറയാ എന്നുള്ളത് സംവാദമില്ല. അഭിലാഷ്, അത് പലപ്പോഴും നമുക്കൊരു വ്യൂവർ എന്നുള്ള നിലയിൽ പലപ്പോഴും തോന്നാറ് ഒരേപോലെ സംസാരിക്കുന്ന, മറ്റേ പഴയ സിനിമയിലെ നസീറും ജയനും ഒരു ഘട്ടത്തിൽ സഹോദരന്മാരാണെന്ന് തിരിച്ചറിയുന്ന പോലെ അഭിപ്രായത്തിലെ സഹോദരന്മാർ, ഈ മറ്റേ ഉണ്ണിയുടെ വ്യത്യാസം കൊണ്ട് ഒരാളുടെ വലത്ത് കവിളിലാണ് ഉണ്ണിയെങ്കിൽ മറ്റേയാളുടെ ഇടത്തെ കവിളിൽ ഉണ്ണിയില്ലാത്ത മറ്റൊരാൾ, പക്ഷെ ഇവരെല്ലാം പറയുന്നത് ഒരുപോലെ. അപ്പോൾ 8 മണിക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇന്നിങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്ത് പോവുകയും ചെയ്യാം. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, വ്യത്യസ്തങ്ങളായ ചിന്തകൾ, അതിൽ അങ്ങേയറ്റം പ്രതിലോമകരമായ ചിന്തകളുണ്ടാവും, പുരോഗമനപരമായ ചിന്തകളുണ്ടാകും. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാത്ത, ഇതിന് നടുക്ക് നിൽക്കുന്ന ചിന്തകളുണ്ടാവും. ഇത്തരം ചിന്തകൾ, ഇത്തരം ഐഡിയോളജികൾ, ഇത്തരം ആശയങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു വേദിയാണ് സംവാദം. ഇതിൽ നിങ്ങൾ ക്രൂഷ്യലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ശരി, നിങ്ങളുടെ സംവാദത്തിൽ പിന്തിരിപ്പനായ പ്രതിലോമകരമായ ചിന്തയ്ക്ക് ഇടം കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ആ പ്രതിലോമകരമായ പിന്തിരിപ്പൻ മൂല്യങ്ങൾ, പിന്തിരിപ്പൻ ചിന്തകൾ ഒരു സംവാദത്തിനകത്ത് ജയിച്ചു പോകുന്നുണ്ടോ അതോ അവിടെ വെച്ച് തന്നെ തോൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തെ കാതലായ ചോദ്യം. അതല്ലാതെ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിലോമകരമായ ചിന്ത ഒരു ടെലിവിഷൻ ചർച്ചയിൽ വന്നത് ജയിച്ച് മടങ്ങുകയാണെങ്കിൽ, അത് വിജയിച്ച് അതാണ് ശരി എന്ന മട്ടിൽ മടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിമർശനം ശരിയാണ്. പക്ഷേ ആ വിമർശനത്തെ അവിടെ വെച്ച് തന്നെ കൃത്യമായി, ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ വരുമ്പോൾ അതിൻ്റെ, ഇപ്പോൾ നോക്കൂ, മാളവിക ബിന്നി അതിൻ്റെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നു, ദിനു വെയിൽ അതിൻ്റെ ഒരു സബാൾട്ടൻ പെർസ്പെക്റ്റീവ് പറയുന്നു. എങ്ങനെയാണ് റേപ്പ് എന്നുള്ളത് ഒരു കാരണവശാലും വസ്ത്രത്തിൻ്റെ ആ പ്രശ്നം കൊണ്ടല്ല എന്ന് സ്ഥാപിക്കപ്പെടുന്നു. നോക്കൂ, രാഹുൽ ഈശ്വർ ഉയർത്തിയ ചിന്തകളില്ലെങ്കിൽ അവിടെ മാളവികയുടെയോ എൻ്റെയോ ദിനുവിൻ്റെയോ മറുപടിയില്ല. ആ മറുപടിക്ക് ഒരു തരത്തിൽ ആ മറുപടിയെ പ്രൊവോക്ക് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തോട്ട് അവിടെ വരുമ്പോഴാണ് അതിനൊരു മറുപടി ഉണ്ടാവുന്നത്. ഈ മാതൃകയിലാണ് ഞാൻ പറയുന്നത്, ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഈ മാതൃകയിലാണ് ഒരു സംവാദം ഏത് വിഷയത്തിലായാലും നടത്തേണ്ടത്. അതല്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ രാജ്യത്തെ എല്ലാ ചിന്താഗതികളും പുരോഗമനപരമാണ്, നമുക്ക് പുരോഗമനപരമായ ചിന്തകൾ മാത്രമേ ഉള്ളൂ, നമ്മളൊരു വളരെ പുരോഗമനപരമായ സൊസൈറ്റിയിലാണെന്ന് നടിക്കാം. അതൊരു കാപട്യമാണ്. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ബഹുഭൂരിപക്ഷവും പ്രതിലോമകരമായ ചിന്താധാരകളാണ്. നമ്മൾ അതിനെ നിഗേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഇല്ലാതാവുന്നില്ല, അതവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനതിലൊന്ന് ആഡ് ഓൺ ചെയ്യുന്നത്, ഇപ്പം 2 ദിവസം മിനിങ്ങാന്ന് ഞാനാണ് രാഹുൽ ഈശ്വറിനെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ പോർഷൻ, അതൊരു പേഴ്സണൽ നോട്ട് കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു ഇൻട്രോ പോർഷനാണ്. അത് കൊളാബ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 251 കമൻറ്റ് ഇന്ന് രാവിലെയും കൂടെ കണ്ടിട്ടുണ്ട്. പറയാൻ വയ്യാത്ത കമൻറ്റുകൾ. എനിക്ക് 1-2 കമൻറ്റ് പോലും എനിക്ക് ഇതുവരെ ഹണി റോസിന് അനുകൂലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ നമ്മളൊരു നിലപാടെടുത്തു എന്നതുകൊണ്ട് മുഖമില്ലാത്തവരല്ല, മുഖമുള്ളവരുമുണ്ട്. അപ്പോൾ ഈ പൊതുബോധം ഈ പറയുന്നതല്ല, ഈ ചർച്ചയുടെ ആകത്തുകയല്ല. പൊതുബോധം മറ്റൊന്നാണ്. ആ പൊതുബോധത്തെ കണ്ണടച്ചുകൊണ്ട് എൻ്റെ നിലപാട് ഇതാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പൊളിറ്റിക്കൽ നിലപാട് ഇതാണ് എന്ന് ഞാൻ വെറുതെ കൊട്ടിഘോഷിച്ച് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതെല്ലാവരും അറിയുന്നതല്ലേ നല്ലത്. അതിസമർത്ഥരായിട്ടുള്ള ഡിബേറ്റ് ലീഡേഴ്സാണ് ഇവർ. അതുകൊണ്ട് തന്നെ അതിസമർത്ഥമായി കാര്യങ്ങളെ കൊണ്ടുപോകാനും അറിയാം. അഭിലാഷ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവണം. ഇവിടെ അതുമല്ല, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ അതുമല്ല കേസ്. കാരണം
അവിടെയുള്ള ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണ്? ഒരു സ്ത്രീയെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതാണ്. അവരതിനെതിരെ നിയമ നടപടി എടുത്തു എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുള്ളതോ ചർച്ച ചെയ്തിട്ടുള്ളതോ ഇവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ടല്ല. അതല്ല ടോപ്പിക്. അതല്ലാത്തൊരു ടോപ്പിക്കിലേക്ക്, ആ ടോപ്പിക്കാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. കേസ് എടുത്തു എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടാത്ത ഒരു സംഗതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പുറത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്കഷൻ, ഡിബേറ്റ് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന യൂട്യൂബ് കമൻസ് വരാൻ വേണ്ടിയിട്ടാണ്, വ്യൂവർഷിപ്പ്. അതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ എന്നല്ലാതെ മാതൃഭൂമിയുടെ MD വന്നിട്ട് രാഹുൽ ഈശ്വറിനെ വിളിക്കണമെന്ന് പറഞ്ഞതല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ എന്ന് പറയുന്നത് ഇതൊരു കമ്മോഡിറ്റി ആണ് എന്നുള്ള രീതിയിൽ വ്യൂവർഷിപ്പ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ രാഹുൽ ഈശ്വർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ ഈ പറഞ്ഞ, അതായത് രാഹുൽ ഈശ്വർ പറയുന്നത് മാതിരി, അല്ലെങ്കിൽ ഈ നമ്മുടെ സ്വന്തം ശരീരത്തെ സെക്ഷലൈസ് ചെയ്തതിന്റെ, അല്ലെങ്കിൽ അതിനെ അനുവദിച്ചതിന്റെ, അല്ലെങ്കിൽ ഒബ്ജക്ടിഫൈ ചെയ്യാൻ നിന്ന് കൊടുത്തതിന്റെ റിസൾട്ടാണ് ഹണി റോസിന് നേരിടേണ്ടി വന്നത് എന്ന് ഒരു ആങ്കർ, ഞാനോ അല്ലെങ്കിൽ അപർണയോ ആരെങ്കിലും പറഞ്ഞാൽ അതിനൊരു 10,000 ഷെയർ കിട്ടും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊരു പ്രഷറിന്റെ പ്രശ്നമല്ലെന്ന്. ഇതിലൊരു പ്രഷറിന്റെ പ്രശ്നമല്ല. നമ്മളിതിനെ ഒരു ജനാധിപത്യ സംവാദ മാതൃക എങ്ങനെ ആവണം എന്നുള്ളതിന്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ പോയിന്റ് ആത്യന്തികമായി ഇതാണ്. നമ്മളിപ്പോതാ അങ്ങേയറ്റം പുരോഗമനപരമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് മിഥ്യാധാരണയാണ്. അങ്ങനെ അല്ല. നമ്മൾ വളരെ പിന്തിരിപ്പനായ ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ കൗണ്ടർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ അക്കാര്യത്തിൽ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ശരത്തിനിരുന്ന് കേൾക്കാം. ശരത്ത് കമ്പാരിറ്റീവ്ലി ഇത്തരത്തിലുള്ള എന്താ പറയുക, സോ കോൾഡ്, ഇവർ പറയാൻ എങ്ങനെയാണ്, സൈബർ മീഡിയ, സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ കുറഞ്ഞു ഫേസ് ചെയ്യുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് നിൽക്കുന്ന ചാനലിൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് തുടങ്ങുമ്പം നിങ്ങളുടെ ചാനൽ ഫുൾഫിൽ ചെയ്തിരുന്ന ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ പേർപ്പസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാറിയ കോണ്ടെക്സ്റ്റിൽ അത് ഫുൾഫിൽ ചെയ്യാൻ ആ പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ടേക്ക്? എങ്ങനെയാണ്, വാട്ട് നെക്സ്റ്റ്? ഞാനതിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു അനുഭവം പറയാം. അതായത് ഞാനും അഭിലാഷും ഒക്കെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ ഞാൻ ചെയ്തിരുന്നു, അഭിമുഖം നടത്തിയിരുന്നു. അഭിലാഷൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, പെരിന്തൽമണ്ണ വഴി സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ സീരീസിൽ ഏറ്റവും അധികം നേരം സംസാരിക്കാൻ സമയം ലഭിച്ചതെന്ന് എനിക്കാണ്. കാരണം ദീർഘമായ യാത്രയായിരുന്നു. അത്രയും നേരവും സംസാരിച്ചു. ഏതാണ്ട് ഒരു 50-52 മിനിറ്റ് സംസാരിച്ച ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു, സ്ഥലം എത്താറായി എന്ന് പറഞ്ഞ് ആ രീതിയിൽ പോയി. അതിന് അവസാനം ഞാൻ ചോദിച്ച ചോദ്യം പ്രേമിപ്പ ചോദിച്ച ഇതേ ചോദ്യമാണ്. കൈരളി എന്ന് പറയുന്ന ഒരു മാധ്യമ സംസ്കാരം സംവിധാനം ഈ രാജ്യത്ത് രൂപപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ചാലക ശക്തിയാണ് അങ്ങ്. അതെനിക്കറിയാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഇന്നാലോചിക്കുമ്പോൾ അങ്ങനെ ഒന്ന് വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്നിങ്ങനൊരു ആലോചന പലരിൽ നിന്ന് വന്നപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നുകയും അതിനെല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഞങ്ങളും അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങളുടെ ജനനം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ട് പറഞ്ഞു, എന്ന് വെച്ചാൽ കൈരളിയുടെ ജനനം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചോദ്യത്തിലേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊന്ന് വേണ്ടിയിരുന്നില്ല എന്നല്ല, ഇങ്ങനെ ഒന്നുകൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിനേക്കാളുപരി കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ അഭിമുഖത്തിൽ പറഞ്ഞതാണ് അതിൻ്റെ മറുപടി. എൻ്റെ മറുപടിയിൽ വലിയ പ്രസക്തിയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ രസകരമായി എനിക്ക് തോന്നിയത്, നേരത്തെ പ്രേം ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ചില ചർച്ചകളിൽ ഞാനും അഭിലാഷും അപർണയൊക്കെ നേരിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ട് 15 മിനിറ്റായി, എന്നോട് ഇതുവരെ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന വരുന്ന ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റുകൾ പറയുന്നതൊക്കെ അതിൻ്റെ ആഴം എനിക്കിന്ന് സ്വയം ബോധ്യപ്പെട്ടു എന്നാണ്. അതിൽ പരാതിയില്ല കേട്ടോ. സ്വാഭാവികമായും അവരെ കേൾക്കാനാവും കൂടുതൽ നിങ്ങളിരിക്കുന്നതെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിടയ്ക്ക് കൗതുകകരമായ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് അഭിലാഷിൻ്റെ അടുത്തോട്ടൊന്ന് കയറി ഒന്ന് തോണ്ടിയത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ നടക്കട്ടെ. യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷറല്ല, ഞാനത് പറയാൻ കുറച്ചുകൂടെ അനുഭവസ്ഥനാണ്. കാരണം ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ഞാനും അഭിലാഷും ഒന്നിച്ച് കൈരളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും അപർണയും ഒന്നിച്ച്, അപർണ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു മാധ്യമത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും പ്രവർത്തിക്കുന്നതെന്ന് നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ കൂടി മനസ്സിലാക്കിയാണ് ഞാൻ കൈരളിയുടെ വാർത്താ വിഭാഗത്തിലേക്ക് വീണ്ടും വന്നതും അതിൻ്റെ ചുമതലയുമായി മുന്നോട്ട് പോകുന്നതും. ഞങ്ങൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഈ കാലത്ത് ഒട്ടേറെ
പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ കേരളത്തിൽ കൈരളി എന്ന വാർത്താ സംവിധാനം നിലനിൽക്കുമ്പോഴും ഇവരോട് ഞങ്ങൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ എന്ന് പറഞ്ഞ വാദം അഭിലാഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറെക്കുറെ യോജിക്കണം. അങ്ങനത്തെ വലിയ പ്രഷറൊന്നുമില്ല. പക്ഷേ ഇതൊരു ഒന്നാന്തരം ബിസിനസ്സാണിന്ന്. ആ ബിസിനസ്സിൽ വ്യാഴാഴ്ച രാവിലെ വരുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം അഭിലാഷിൻ്റെ ഉറക്കം കെടുത്തുന്നതാണ്. എൻ്റെയും പ്രശ്നമാണ്, അപർണ കുറുപ്പിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ അസൈൻ ചെയ്തത് അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ കിടക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ക്ലബ് ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത് വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നതിൽ മാനേജ്മെൻറ്റുകൾക്ക്, എഡിറ്റോറിയൽ ടീമിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ടാർഗറ്റിലേക്ക് വ്യാഴാഴ്ച രാവിലെ വരുന്ന ബാർക്ക് റേറ്റിങ്ങിൽ സ്ഥാപനം എത്തണം. ആ എത്തുന്ന ഇടത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഇടത്ത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ഷോ വളരണം എന്നതിലേക്കൊരു വലിയ ചലഞ്ചുണ്ട്. ആ ചലഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി രാഹുൽ ഈശ്വറാണ് ഏറ്റവും നല്ല ഇരയെങ്കിൽ അല്ലെങ്കിൽ സാധ്യതയെങ്കിൽ സ്വാഭാവികമായും വിളിക്കും. രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നിടത്ത് വെച്ച് വിഷയം തന്നെ വഴിമാറിപ്പോവുകയാണ്. ഡോക്ടർ പ്രേം പറഞ്ഞതുപോലെ അല്ലേ, മാറിപ്പോവുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അതിലേറ്റവും അധികം ആഹ്ലാദിക്കുന്നതും നമ്മൾ തന്നെയാവും. കാരണം അതോടുകൂടി നമ്മൾ ഉദ്ദേശിച്ച പർപ്പസ് സെർവ് ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തത്, ഇതൊരു വളരെ വലിയ, വളരെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള, വളരെ നോബിളായിട്ടുള്ള, വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് ഒന്നുമല്ല ഇത്. അഭിലാഷ് പറഞ്ഞ ഡെമോക്രാറ്റിക് ആണെന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആണ് എന്ന് നമുക്ക് ധരിക്കാവുന്ന ഒരു ചർച്ചാ സ്പേസ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു നൊബിലിറ്റിയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതേസമയം കുറച്ചുകൂടി കണ്ടൻറ്റുള്ള ചില പ്രോഗ്രാമുകളെ വെച്ച് നമ്മൾ അങ്ങനെ സംസാരിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നെങ്കിൽ കുറേ കൂടി ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു സമാധാനം, അഭിലാഷായാലും അപർണയായാലും ഞാനായാലും ഒക്കെ ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിയോജിക്കുകയും നമ്മുടെ വിയോജിപ്പുകൾ ശക്തമായി പറയാനും ഉള്ള ഒരു പരിശ്രമം നടത്താറുണ്ട്. എല്ലാവരെക്കുറിച്ചും ഞാനത് പറയില്ല, പക്ഷേ എനിക്കൊപ്പം ഇരിക്കുന്ന രണ്ടുപേരെക്കുറിച്ചും എനിക്ക് ധാരണയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പൊതുവിൽ ഒരു കാര്യം കൂടി പറയാം. ഈ പേരൊന്ന് പ്രേമ, ഞാൻ അതേക്കുറിച്ചൊന്ന് പറയട്ടെ. നിഷ്പക്ഷത എന്നൊക്കെയല്ലേ, അതൊരു ഒന്നാന്തരം വേഷം കെട്ടാണ്. അതിൻ്റെ കാരണം, നമ്മൾ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി മീഡിയ, ഗോദി മീഡിയ എന്ന് പറയുന്ന നിലയിലേക്ക് നിൽക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു എഡിറ്റോറിയൽ ടീമിനെ എനിക്കൊന്ന് കുറച്ചുകൂടി മൂന്നായിട്ട് തിരിക്കാൻ തോന്നുന്നു. ഒന്ന്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള ഇടതുവിരുദ്ധതയുള്ള എഡിറ്റോറിയൽ ടീം. രണ്ട്, വളരെ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ് കേരളീയ പൊതുസമൂഹം. വർഗീയത വളരെ ശക്തമായി പടർത്താൻ താല്പര്യത്തോടെ നിൽക്കുന്ന വർഗീയത നിറഞ്ഞ എഡിറ്റോറിയൽ ടീം. മൂന്നാമത്തെ ടീം, തങ്ങൾ കേരളത്തിൻ്റെ ഒരു പുരോഗമന ഇടത് മതേതര സ്വഭാവത്തെ അതിനൊപ്പം നിൽക്കുന്നവരാണ് എന്ന തന്ത്രം പയറ്റുന്ന, എഡിറ്റോറിയൽ ട്രിക്ക് പ്രയോഗിക്കുന്ന മൂന്നാമത്തെ വിഭാഗവും ആവിർഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. ദേശീയതലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ സ്ഥിതി. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ നല്ല ധാരണയുള്ള നിങ്ങൾക്കറിയാം. ഇതെല്ലാം ചെന്നു കൊള്ളുന്നത് എവിടേക്കാണ് എന്നുള്ളതാണ്. ഈ രാജ്യത്തിന് തന്നെ വേറിട്ട് നിൽക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ശക്തമായി അഭിപ്രായം പറയാൻ പറ്റുന്ന കേരളം എന്നൊരു പൊതുമണ്ഡലത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന അപായകരമായ എഡിറ്റോറിയൽ മാനേജ്മെൻറ്റുകളും എഡിറ്റോറിയൽ ട്രിക്കും, ഞാൻ ആ പറഞ്ഞത് കുറച്ചുകൂടെ സെൻസിബിളായി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രയോഗിക്കുന്ന ഒരു കാലത്താണ് മലയാളി ടെലിവിഷൻ വാർത്താ ചാനലുകൾ കാണുന്ന പ്രേക്ഷകരും നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരത്തിൻ്റെ അടുത്ത് തന്നെ ഒന്നും കൂടി കേൾക്കേണ്ടതാണ്. അതായത് ഡെമോക്രാറ്റിക് റൈറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഈ സെറ്റപ്പ് എങ്കിലും മിനിമം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള ഒരു കാര്യം, മിനിമം കേരളത്തിലെങ്കിലും അതിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഫോർത്താണോ തേർഡാണോ ഫിഫ്ത്താണോ എന്നുള്ള ഒരു എസ്റ്റേറ്റ് തന്നെയാണ് പ്രസ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഗുണഭോക്താക്കളൊക്കെ വേണ്ടുന്ന ഇവിടെ ഇരിക്കുന്ന പോലെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും നിങ്ങളും തമ്മിൽ, ശരത്തടക്കം അഭിലാഷ് അടക്കം അപർണ അടക്കമുള്ള ആളുകളും തമ്മിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് കോട്ടലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബ്രിഡ്ജ് ചെയ്യാൻ, ഇത് പോസിറ്റീവായിട്ട് പരിഹരിക്കാൻ എവിടെയാണ് പ്രശ്നം, എവിടെയാണ്? എപ്പോഴും കേൾക്കുന്ന പരാതി ഇതാണ്, നമ്മൾ ഭയങ്കര ഷാർപ്പായിട്ട് വിമർശിക്കുന്നു എന്നുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബാർക്ക് റേറ്റിംഗ് വ്യൂവർഷിപ്പിന് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണോ? എവിടെ വെച്ചിട്ടാണ് നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റുക എന്നുള്ള കുറച്ചൊരു പ്രൊആക്റ്റീവായിട്ടുള്ള സജഷൻസിലേക്ക് പോകണം. അല്ല, പ്രേം പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നില്ല. കാരണം വെച്ചാൽ പഴയ കാലത്തിൽ നിന്ന് ഭിന്നമായി കുറേ കൂടി പ്രേക്ഷകനും, അതായത് മാധ്യമ പ്രവർത്തകർ അങ്ങനെ പറയുന്ന എളുപ്പം, കുറേ കൂടി ആവശ്യക്കാർക്ക് കുറേ കൂടി അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അകലം കുറച്ചിട്ടുണ്ട്. വളരെ ശക്തമായി, വളരെ സീരിയസ് ആയി, വളരെ കാര്യമായി സമൂഹ മാധ്യമങ്ങളിലെ ഓരോ ചലനവും പരിശോധിക്കുന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് പോകാതിരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ശത്രുപക്ഷം എന്ന രീതി തന്നെയാണ് കാണുന്നത് അതിനെ. അല്ല, അതെന്തുകൊണ്ടാണെന്നറിയോ,
മുൻപലത്തേക്കാൾ കാര്യമായി ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് മാധ്യമ പ്രവർത്തന രീതികളിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ശത്രുപക്ഷം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കേണ്ട കാര്യം സത്യത്തിലില്ല. പക്ഷെ അതൊരു സൈബർ അറ്റാക്കിലേക്ക്, സൈബർ ബുള്ളിങ്ങിലേക്ക് പോകുന്ന ഇടത്ത് മാത്രം നമ്മൾ അതിനെ അപലപിക്കുകയോ അതിനെതിരായി നിൽക്കുകയോ ചെയ്യേണ്ടത്. പക്ഷേ വിമർശനത്തെ, സിദ്ധാർത്ഥേ, അപ്പോൾ നമ്മൾ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അകലം കുറയുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കുറച്ചുകൂടി വരുന്ന വിമർശനങ്ങളെ, മോശപ്പെട്ട വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, നല്ല വിമർശനങ്ങളുണ്ട്, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പെർഫോം ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ എഡിറ്റോറിയൽ ആംഗിളൊക്കെ ഫിക്സ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയ ഒരു വലിയ സപ്പോർട്ടാണ് കേട്ടോ. അത് നമ്മൾ ചിന്തിക്കാത്ത ചില തോട്ട്സ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ചർച്ചകളെയും നമ്മുടെ വാർത്തയുടെ ആംഗിളിനെയും അതിൽ നിന്ന് കടമെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളെയും വാർത്തയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ അകലമല്ല, ബ്രിഡ്ജിങ് സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പം എമ്പതി ഇല്ലായ്മ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഓടിച്ച് നടക്കുമ്പോൾ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു. മാധ്യമപ്രവർത്തകരെ ഒരു എമ്പതി ഇല്ലായ്മ, ഈ പറഞ്ഞ പോലെ റേറ്റിങ്ങിൻ്റെ വിഷയമാണെങ്കിലും എന്ത് റേറ്റിംഗ് ആണെങ്കിലും ഈ ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും പുറത്തിറങ്ങി നിന്നാൽ ചിലപ്പോൾ 2 കിട്ടിയേക്കും, അതാണ് ഈ മാപ്ര എന്നുള്ള പേര് വിളിക്കുന്നതല്ലോ എന്ന് തോന്നും. പക്ഷേ അതേ റേഞ്ച് തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു അഭിമുഖം എടുക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇതേ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അതായത് ഏത് ലെവലിലാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുക, ഏത് ലെവലിലാണ് സോഷ്യൽ ഈ റിയാക്ഷൻ നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പോലെ ഈ ഓഡിയൻസും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, പലപ്പോഴും ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ സിസ്റ്റത്തിന് പുറത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കൂ എന്ന തരത്തിലാണ് പറയുക. ഇപ്പോൾ പറഞ്ഞ പോലെ വർഗീയത പോലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ആ തരത്തിലുള്ള ഒരു സംസ്കാരം മീഡിയ രംഗത്ത് ഉള്ളപ്പോൾ ഇതിനകത്ത് നിന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു കളിയുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ആ ബാലൻസിങ്ങിൽ നിൽക്കുന്നവരെ പോലും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അവർ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധിക്കണമെന്നാണോ? എത്ര കാലം പ്രതിഷേധിക്കും? അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചിന്താഗതിയുള്ള ആരും ഉണ്ടാകണ്ട, അവരെല്ലാം ഒരു പാരലൽ മാധ്യമ പ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളതാണോ? എൻ്റെ ഒരു വിശ്വാസം ഈ പുറത്തിറങ്ങി നിന്ന് കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് തുറന്നു പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഇതൊരു ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ. ഔട്ട് ഓഫ് ദ സിസ്റ്റം എളുപ്പമാണ് അത്തരം നിലപാടെടുക്കാനും കളിക്കാനും. ഇൻ ദ സിസ്റ്റം നിങ്ങൾ കുറച്ചും കൂടെ ചെയ്യണം. അതിനെ കുറച്ചും കൂടെ മാനിച്ചില്ലെങ്കിൽ ഈ മീഡിയ എങ്ങനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യും? ഒരിക്കലും ഈ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് ഒട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ മാത്രം നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് ഈ എന്താ പറയുക നമ്മുടെ പരമ്പരാഗത മീഡിയയോ അതായിട്ട് മാറില്ലേ? ആ തരത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടില്ല. മാപ്രയാണ്, എല്ലാ മാപ്രകളും ഒരേപോലെ വാങ്ങിക്കണം എന്ന് പറയും. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ പറയുന്ന പോലത്തെ ഒരു ഗ്യാപ്പുണ്ട്. അതിപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചാലോ അപ്പോഴും ഇതേ റിയാക്ഷൻ അതിനകത്ത് വരും. അതിൻ്റെ ഒരു സെൻസിറ്റീവ് സാധനം എനിക്ക് എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ഈ വിഷയത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പല സ്ഥാപനങ്ങളിലും ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്ഷേപിക്കപ്പെടുന്ന തരത്തിലല്ലാതെ പ്രോഗ്രസീവായി തന്നെ അവിടെ നിലയുറപ്പിച്ച് ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് ആ നിലയിൽ തന്നെ ആ കാലത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ഈ കാലത്ത് അനുഭവിക്കാത്ത തരത്തിലുള്ള ആ വിമർശനം അന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനോ. പക്ഷേ പിന്നെന്താ തുടരാത്തതെന്നൊരു ചോദ്യം. അവിടെയാണ് പ്രശ്നം. സർവൈവ് ചെയ്യാൻ പാടാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോകും. അടിസ്ഥാനപരമായി ഇതൊരു തൊഴിലാണെന്ന് മനസ്സിലാക്കും. പറഞ്ഞ ആദർശത്തിൻ്റെ പരിവേഷമൊക്കെ തൽക്കാലം തരരുത് പ്ലീസ്. ഈ അപർണയും പറഞ്ഞു നിർത്തിയ കാര്യത്തിലുള്ള അഭിലാഷിനോടുള്ള ഒരൊറ്റ ചോദ്യത്തോടെ മൈക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ വളരെ പ്രോഗ്രസീവായിട്ടും പരമാവധി പ്രോഗ്രസീവായിട്ട് നിലപാടെടുക്കുകയും വാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരാളാണ് അഭിലാഷ്. പക്ഷേ അഭിലാഷ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്നാണ്, വളരെ നിശ്ചിതമായി വിമർശിക്കപ്പെടുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് തോന്നുന്നത്? അഥവാ ഈ ഒരു പൊസിഷൻ വിസിബിലിറ്റി എന്നുള്ളത് നിങ്ങളുടെ കുറച്ചുകൂടെ എന്താ പറയുക ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾക്ക് തടസ്സമാവുകയാണോ ചെയ്യുന്നത്? അതോ അപർണ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണോ?
ഇതിന് അഭിലാഷിൻ്റെ പ്രതികരണത്തിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങളും ഇടപെടലുകളും വെൽക്കം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏത് ഹാൻഡിലുകളിൽ നിന്ന് വിമർശിക്കപ്പെടുന്നതും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വിമർശിക്കപ്പെടണമല്ലോ. ഈ 2009 കേരളത്തിലെ ടെലിവിഷനിലെ ആദ്യത്തെ മാധ്യമ വിമർശന പരിപാടി NP ചന്ദ്രശേഖരൻ നടത്തുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ അഴിച്ചുപണി എന്നുള്ളതായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ മാധ്യമ പാഠങ്ങളെ അപനിർമ്മിക്കൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ മാധ്യമ പാഠങ്ങളെ മാധ്യമ പ്രവർത്തകരെയൊക്കെ ഓഡിറ്റ് ചെയ്യണം, പിന്നെ അവരുടെ പാഠങ്ങൾ, അവരുടെ ടെക്സ്റ്റുകൾ അപനിർമ്മിക്കണം, ഡീകൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, അത് നടക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് അതല്ല. നമ്മുടെ സംവാദങ്ങൾ, അതിപ്പോൾ ടെലിവിഷൻ സംവാദം അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സംവാദം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പൊതു സംവാദങ്ങളെല്ലാം അങ്ങേയറ്റം നമ്മളിപ്പോൾ ഒരു വൈരാഗ്യം നിറഞ്ഞ ഗോത്രീയ വൈരം എന്നൊക്കെ പറയാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ടെലിവിഷൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ 15-16 കൊല്ലം മുമ്പ് ഞാൻ ആദ്യത്തെ ഒരു ടെലിവിഷൻ ചർച്ച നടത്തുന്ന സമയത്തുള്ള അന്തരീക്ഷമേ അല്ല ഇപ്പോൾ. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വർഗീയ കക്ഷികളെയൊക്കെ മാറ്റി നിർത്തൂ. CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ ആളുകൾ തമ്മിലുള്ള 2 സംവാദം നിങ്ങൾ എടുക്കൂ. അത് ജനാധിപത്യ നില എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഈ ട്രൈബൽ ഇൻസ്റ്റിങ്, നമ്മൾ ഈ തരത്തിലുള്ള ജനപദങ്ങളായി രൂപം കൊള്ളുന്നതിന് മുൻപ് മനുഷ്യർ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലത്തെ അപ്പുറത്ത് ശത്രുവിനെ കൊല്ലുക, നിഷ്കാസനം ചെയ്യുക, ചോര വീഴ്ത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിലിടയ്ക്ക് ഒരു കൺസെൻസസോ അതല്ലെങ്കിൽ കുറച്ചങ്ങോട്ടും കുറച്ചിങ്ങോട്ടും എന്നുള്ള സമീപനമില്ല. കൊല്ലണം, തീർക്കണം എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് അതേ മട്ടിൽ നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടില്ലേ, രാഷ്ട്രീയ സംവാദം മാറിയിട്ടില്ലേ, ടെലിവിഷൻ ചർച്ചകളും മാറിയിട്ടുണ്ട്. അപ്പോൾ വിമർശിക്കുന്നതിനല്ല പ്രശ്നം, ഓഡിറ്റ് ചെയ്യുന്നതിനല്ല പ്രശ്നം, ഡിസക്റ്റ് ചെയ്യുന്നതിനല്ല പ്രശ്നം, മറിച്ച് നിങ്ങളെ ശത്രുവായി കാണുകയും നിങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടേണ്ട ആളാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്ത് എന്ത് ജനാധിപത്യമാണുള്ളത്, അവിടെ എന്ത് സംവാദമാണുള്ളത്, നിങ്ങൾ എന്ത് മൂല്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. നോക്കൂ, എൻ്റെ സഹപ്രവർത്തകനായ AV മുകേഷ് എന്ന ക്യാമറമാൻ ഈ കഴിഞ്ഞ വർഷം ഒരു ചിത്രീകരണത്തിന് ആന ഇറങ്ങിയത് ചിത്രീകരിക്കുന്നതിനിടെ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു. അദ്ദേഹം ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങേയറ്റം സോഷ്യലി കമ്മിറ്റഡായ അദ്ദേഹം ഒരു വീഡിയോ ജേർണലിസ്റ്റാണ്. ഒരുപാട് വാർത്തകൾ സമൂഹത്തിന് ഉപകാരപ്രദമായ, അതേസമയം പൊളിറ്റിക്കലി പോളറൈസിങ് അല്ലാത്ത ഒരുപാട് ഈ പറഞ്ഞ എന്താ പറയുക സ്വദേശ ജേർണലിസം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ആന ചവിട്ടി കൊല്ലപ്പെടുന്നു, ഒരു മാപ്ര ചത്താൽ അത്രയും നല്ലത് എന്ന് എത്ര കമൻറ്റ് ഞാൻ വായിച്ചു എന്നറിയോ? അത് നമ്മൾ വിമർശനമായി എടുക്കണം. ഇത് ഈ പറഞ്ഞ കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ നടക്കുന്നതിൻ്റെ കലാശക്കൊട്ടിൻ്റെ ദിവസം മലയാള മനോരമയിലെ മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ് വളരെ അപായകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ വാഹനത്തിൽ ബൈറ്റ് എടുക്കാൻ കയറിയതാണ്. അതിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു. ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വീഡിയോ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോഴുള്ള ഒരു റിയാക്ഷൻ, അത് അത്ര ഭീകരമായ അപകടമാണ്. ഒരാളൊരു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് പുറകേക്ക് മറിഞ്ഞു വീഴാണ്. ജീവാപായം സംഭവിക്കാവുന്ന അതിഗുരുതരമായൊരു അപകടമാണ്. അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് ആ വീഡിയോ കണ്ടാൽ അയ്യോ എന്നുള്ള ഒരു ആശങ്കയും ഒരു തോന്നലും വിഷമവുമാണ് വരേണ്ടത്. ആ വീഡിയോ പരിഹാസ രൂപേണ നമ്മളിപ്പോൾ പറയുന്ന കുമ്മോജി എന്നുള്ള സംഗതി ഇട്ട് എവിടെയൊക്കെ പ്രചരിപ്പിച്ചു. അതെങ്ങനെയാണ് വിമർശനമാവുക? നിങ്ങൾ എൻ്റെ ശത്രുവാണ്, നിങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടേണ്ട ആളാണ് എന്ന ചിന്ത വിമർശനമോ ഓഡിറ്റിങ്ങോ ഒന്നുമല്ല. ആ നിലയിലേക്ക് നമ്മുടെ സംവാദങ്ങൾ പരിമിതപ്പെട്ടിരിക്കുന്നു. വൈരാഗ്യമായി നമ്മൾ ഗ്ലാഡിയേറ്റോറിയൽ ഫൈറ്റ് എന്നൊക്കെ പറയില്ലേ, അമ്മട്ടിൽ എതിരാളികളെ നിഷ്കാസനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സംവാദം എന്നുള്ള മട്ടിൽ. അത് ഈ ഞാൻ പറഞ്ഞ ടെലിവിഷൻ സംവാദങ്ങളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ആകെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് അങ്ങനെ മാറുന്നുണ്ട്. വൈരാഗ്യം, വൈരനിര്യാതന ബുദ്ധി എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഘടകമായി വരുന്നുണ്ട്. അതൊരു അപായകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു വരി എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചതാ. അതായത് ഈ മുകേഷിൻ്റെ അടക്കം വിഷയങ്ങളിൽ പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനാണ് അപകടം പറ്റുന്നെങ്കിൽ അന്ന് ആ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഓടില്ല. മറ്റ് വിഭാഗങ്ങളിലും അങ്ങനെ തന്നെ. അപ്പം കൂട്ടത്തിലൊരുത്തനെ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളില്ലേ എന്ന് സിനിമയെ ചോദിക്കുമ്പം നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ പൊള്ളും. നമുക്കുള്ളിൽ ഈ സാധനം നമ്മുടെ ഉള്ളിൽ തോന്നും. ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ നമ്മൾ ബഹളം വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തർക്കിക്കുന്ന, നമ്മളെ ചീത്ത വിളിക്കുന്ന അതേ പാനലിസ്റ്റ് അടുത്ത ആഴ്ചയിലും വരും, നമ്മളിരിക്കുമ്പോൾ വീണ്ടും വരും. അപ്പം ഇത് പരസ്പരം ഇതൊരു ഹെൽത്തി ഡിസ്കഷനാണ് നടക്കുന്നതെന്നും പാനലിസ്റ്റുകളും ആങ്കർമാരും തമ്മിൽ ആ തരത്തിലുള്ള ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നും മനസ്സിലാകാത്ത
ആൾക്കാരാണോ കേരളത്തിലുള്ളത്, അതോ മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നവരാണോ ഉള്ളത്? ഈ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും ഈ രാഷ്ട്രീയ പാനലിസ്റ്റുള്ളവർ ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ശരത്തേട്ടനോടും അഭിലാഷിനോടൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് മയപ്പെടുത്തണേ, അല്ലെങ്കിൽ ഈ സാധനം കട്ട് ചെയ്തിടുമ്പോൾ ഞങ്ങളുടെ അണികൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയും. അതേ സാധനം ഇടുമ്പോൾ കണ്ടില്ലേ കൊന്നു കൊല വിളിച്ചു ഇവൾക്ക് എന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താണ് അതിനർത്ഥം? ഇവർക്ക് അറിയില്ലേ ഈ നടക്കുന്ന ഡിസ്കഷൻ ഇത് കഴിഞ്ഞിട്ട് ആങ്കറും ഡിബേറ്റിന് വരുന്ന പാനലിസ്റ്റുകാരും തമ്മിൽ തല്ലി തീർക്കുമോ? അല്ലല്ലോ. പക്ഷേ ഇത് അറിയാത്ത മലയാളികളാണോ? എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. എനിക്ക് അത് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇത് അറിയാത്തത് കൊണ്ടാണോ ഇത്രയും വലിയ ആക്രമണം വരുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ മരിച്ചു കിടക്കുമ്പോഴും നിനക്കത് കിട്ടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണോ? പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. എന്ത് നിഷ്പക്ഷത പറയുമ്പോഴും കൂട്ടത്തിലൊരുത്തനെ അപകടം പറ്റിയിട്ട് അത് കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് പൊള്ളാറുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യകരമല്ലാത്ത പബ്ലിക് റെസ്പോൺസ് നിങ്ങളായിട്ട് ട്രിഗർ ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്കൊന്നും കൂടി ആലോചിക്കേണ്ടത്. ഓവർ ടു ദ ഓഡിയൻസ്. അല്ല, അത് ആ മാധ്യമ പ്രവർത്തകരുടെ കാര്യം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് അപകടം പറ്റുമ്പോൾ ഉമാ തോമസിന്റെ കാര്യം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ആരോഗ്യസ്ഥിതി വരുമ്പോൾ, അതാണ് എൻ്റെ പ്രശ്നം. ഇതാണ് അപകടകരമായ ഒരു മോബിന്റെ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് നമ്മുടെ പൊതുസംവാദങ്ങൾ പോയിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകർ, ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്, മാധ്യമപ്രവർത്തകർ മാത്രമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഡെമോക്രാറ്റ്സിൻ്റെ 4ാം തൂണാണെന്നുള്ള അറിയപ്പെടുന്നു മാധ്യമപ്രവർത്തനം. ഈ മാധ്യമപ്രവർത്തകർ അവരുടെ സമൂഹത്തിനുള്ളവർക്കുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ? സമൂഹത്തിൽ ഇപ്പോൾ ജനപ്രതിനിധികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിൽ. അതേപോലെ തന്നെ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലൊരു സത്യസന്ധതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആങ്കർമാർ എന്തോ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ചർച്ച ആങ്കർമാരിൻ്റെ വർത്തമാനം. പിന്നെ അതേപോലെ തന്നെ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞ് ബോബി ചെമ്മന്നൂരിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങൾ ബോധവാന്മാരല്ലാന്ന്. ആദ്യം ബോധവാന്മാരാക്കേണ്ടത് മാധ്യമപ്രവർത്തകരനല്ലേ? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം സഹപ്രവർത്തകരനോട് പോലും, പേരാരും എടുത്ത് പറയുന്നില്ല, സ്വന്തം സഹപ്രവർത്തകന് പോലും മോശമായിട്ട് പെരുമാറുകയും മോൺസൺ മാവുകളുടെ പോലുള്ള വിഷയങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തന ചാനലിൽ നിന്ന് മാറ്റി നിർത്തുക, അത് വാർത്തകൾ വരുമ്പോൾ തന്നെ അത് മറിച്ച് വിൽക്കാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നറിയില്ല. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാറുള്ളൂ. ചോദ്യങ്ങളൊന്ന് ചുരുക്കി ചോദിച്ചാൽ ഇവരെ കൊണ്ട് നമുക്ക് കൂടുതൽ പറയിപ്പിക്കാം. അഭിലാഷേട്ടൻ പുതുപ്പള്ളി ഇലക്ഷൻ പറഞ്ഞ് നിർത്തിയോടുന്ന് തുടങ്ങുക. ശരത്തേട്ടൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. അതിനൊരു ഇരയായപ്പെട്ട ആളാണ് ഞാൻ. 11 പേര് കോഴിക്കോട് നിന്ന് പുതുപ്പള്ളി ഇലക്ഷൻ ആഘോഷിക്കുന്ന കലാശക്കൊട്ടിന് പോയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പാടിയ പാട്ടിന് ഗണഗീതത്തിൻ്റെ ട്യൂണുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി. പ്രമോദേട്ടൻ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ LICയിൽ ഒരു യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് കാരണം പ്രമോദേട്ടൻ വാർത്ത വായിച്ചതിൻ്റെ കാരണം ജോലി പോയ ഒരാളാണ് ഞാൻ ഒരു LICയിൽ. വേറെ അത് ശരിയായി. പക്ഷേ ആ ഒരു കാരണം പോലെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ക്യാമറയുടെ കേടാണെന്നാണ്. പക്ഷെ ചുവപ്പ് നിറം ഓറഞ്ച് നിറമാക്കി കാണിച്ച് അതിൻ്റെ ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള പലരും ഇപ്പം ഈ പറഞ്ഞ കാര്യം എല്ലാ ഇടത്തും സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഉണ്ടാവും. ഏത് ആൾക്കൂട്ടെടുത്താലും അതിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഉണ്ടാവും. അവിടെ നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മാധ്യമ പ്രവർത്തകർക്കിടയിലെ ഈ കേടുകളെ ഉള്ളിലുള്ള വിമർശനം നിങ്ങൾക്ക് കുറവാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണും. ശരി, അല്ല അതിലിപ്പോൾ ഉള്ളിൽ വിമർശനം ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് മാധ്യമങ്ങളുടെ പൊതു വാർത്തയല്ല, എല്ലാ മാധ്യമങ്ങളും ചെയ്തതല്ല, മീഡിയ വണ്ണിൽ വന്ന വാർത്തയാണ് താങ്കൾ പറഞ്ഞത്. തൊട്ടടുത്ത മണിക്കൂറിലോ 1.5 മണിക്കൂറിൽ തന്നെ മീഡിയ വൺ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ തിരുത്ത് സഹിതം എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഞാനതിനെ ന്യായീകരിക്കല്ല കേട്ടോ, അതിൻ്റെ കാര്യം എനിക്കില്ല. ഇല്ല, നിങ്ങൾക്കുണ്ടായ ഡാമേജ് മാറി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ, അതവിടെ ഒരു ഇന്റേണൽ ക്രിറ്റിസിസം വന്നതുകൊണ്ടും വളരെ ശക്തമായ പുറത്തുനിന്നുള്ള ക്രിറ്റിസിസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു സ്പെസിഫിക് ആയ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേറെയും ഉദാഹരണങ്ങൾ ഉണ്ടാവും. ആ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണമെന്ന്
അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ മാധ്യമങ്ങളെയും മാധ്യമ പാഠങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും തന്നെ ഓഡിറ്റ് ചെയ്യണം. അവരുടെ വർത്തമാനങ്ങളെ, അവർ പറയുന്ന കാര്യങ്ങളെ, അവരുണ്ടാക്കിയ വാർത്തകളെയൊക്കെ നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്യണം. അതിലൊന്നും ഒരു അപാകവുമില്ല. അങ്ങനെ തന്നെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് ജനാധിപത്യം പ്രവർത്തിക്കാൻ പാടുള്ളത്. അല്ലാതെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും അങ്ങനെ തെറ്റാവരമൊന്നുമില്ല. പറയുന്നു, നിങ്ങൾ അതുപോലെ വിഴുങ്ങുന്നു, അങ്ങനെയല്ല. അത് ആ വിമർശനങ്ങളെല്ലാം അങ്ങനെ തന്നെ വേണ്ടതാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർ, ക്യാമറാമാൻ, അതിൻ്റെ എഡിറ്റോറിയൽ ടീം ഒന്ന് ആലോചിച്ച് നോക്കൂ. പുതുപ്പള്ളി പോലൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമാപനത്തിൽ CPM-ൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലടക്കം ഇവർ വന്ന് ഇത് ചെയ്യുമ്പോൾ അത് കാവ്യാണ് എന്ന് ഒറ്റയടിക്ക് ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ അങ്ങനെ ഒരാൾ കൊടുത്താൽ, ഫീൽഡിൽ നിന്ന് കൊടുത്താൽ, അത് പരിശോധിച്ച് അതങ്ങനെ കൊടുക്കാൻ പാടില്ല, പരിശോധിച്ച് ഉറപ്പുവരുത്തി കൊടുക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് ഒരു മാധ്യമ സംവിധാനം അതുള്ള കേരളം അവിടെ ഈ ദുർബലപ്പെടുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ ദുർബലപ്പെടുമ്പോഴെന്താണ്, നിമിഷ നേരം കൊണ്ട് ആ വാർത്ത മുമ്പ് പറഞ്ഞ അഭിലാഷ് പറഞ്ഞ തൽപര കക്ഷികളെടുത്ത് പ്രയോഗിക്കണം. ഞാനതിന് സാക്ഷിയായ ആളാണ്. ഇവരിത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് സ്പെഷ്യൽ സ്റ്റോറി ചെയ്തയാളാണ്. ഇതേ വാർത്ത പ്രചരിക്കുമ്പോഴാണ് ഞാൻ ചെയ്ത വീഡിയോ, അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യം നമ്പരുന്നു, ഞാൻ മൂലം ഇരയായി എന്ന് പറയുന്ന പോലെയാണ് കേട്ടത്, പിന്നീട് മനസ്സിലായത്. അപ്പോൾ അത് ആ ജാഗ്രതയില്ലായ്മയുണ്ട്. തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ല. അത് നമുക്കിപ്പോൾ മീഡിയ കൊണ്ട് കാര്യത്തിൽ പറയാം. വയനാട് ഇഷ്യൂമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതിയിലെ അഫിഡവിറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും തെറ്റായിട്ടല്ലേ കേരളത്തിലെ എൻ്റയർ മാധ്യമങ്ങൾ, അതായത് എസ്റ്റിമേറ്റിനെ ചെലവ് കാശാക്കി കാട്ടി. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി, ഞാൻ ചർച്ചയിൽ പറഞ്ഞാണ്, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി അന്ന് ഉച്ചയ്ക്ക്, നമ്മളൊക്കെ മുൻകാലത്തും ഇപ്പോഴും വാർത്തയുമായി പത്രോഫീസുകളിൽ പോകാറില്ലേ, അല്ലെ പോയ അനുഭവമുള്ള കുറേ ആളുകളില്ലേ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി കേരളത്തിൻ്റെ ന്യൂസ് ചാനലുകളുടെ ഓഫീസിൽ വിളിക്കുകയാണ്. എന്നെ വിളിക്കുന്നത് നാലാമതോ അഞ്ചാമതോ ആണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. മുഴുവൻ ആളുകളെയും വിളിച്ചു പറയുകയാണ്, അത് തെറ്റാണ് ആ കണക്ക്, നിങ്ങൾ അവരൊക്കെ കൊടുക്കുന്ന വാർത്ത തെറ്റാണ്. പറഞ്ഞതിന് ശേഷം എത്രയോ മണിക്കൂർ ഇത് കൊണ്ടാടി. കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയ ഏത് നിലയിലാണ് അതിനെ ട്രോൾ ചെയ്തത്? ഞങ്ങളാണ് ആദ്യമായി അതിനെതിരെ അപ്പോൾ തന്നെ വേഗത്തിൽ വാർത്ത ചെയ്തത്, അതിൻ്റെ കണക്കുകൾ എടുത്തത്. ഇത് തെറ്റാണെന്ന് പറയേണ്ടി വന്നു. പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞു. ഓമനക്കുട്ടൻ്റെ കേസിൽ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ അനുഭവിച്ചതല്ലേ. അന്ന് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ എഡിറ്റർ എന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ആദ്യമായി മാപ്പ് പറഞ്ഞത് അന്നത്തെ ദിവസം ആ സ്ഥാപനം. ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എവിടേക്കോ നഷ്ടപ്പെടുന്നുണ്ട്. ക്രോസ് ചെക്കിംഗ് ഇല്ല. കുറെ കൂടി ജാഗ്രതയോടെ ചെയ്യേണ്ട പണിയെ താല്പര്യങ്ങളുടെ പേരിൽ ബലി കഴിക്കരുത് എന്നുള്ളതാണ് വിമർശനം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ വിമർശനങ്ങൾക്ക് സംഗതമാണ്. പക്ഷേ ഇതിനകത്ത് കാണേണ്ടത് ഈ പറഞ്ഞ സന്ദർഭങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞ 2 ഉദാഹരണങ്ങളും, ഇപ്പോൾ ഒന്ന് വയനാട്ടിലെ വിഷയം കേരളത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന മാധ്യമമടക്കം തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് പക്ഷേ തെറ്റിപ്പോയി എന്ന് പിന്നീട് അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിന് സാമൂഹികമായ പ്രഷറിന് പങ്കുണ്ട്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. തെറ്റിപ്പോയി എന്ന് ഈവൻ ഈ വർഷാവസാനം പോലും നമ്മളൊരു പ്രോഗ്രാം, വർഷാന്ത്യ പ്രോഗ്രാം എന്തൊക്കെയാണ് ഈ കൊല്ലം എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ തെറ്റിപ്പോയ വാർത്തകളുടെ, അല്ലെങ്കിൽ തെറ്റായി റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് ഈ വയനാട് സംഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം അന്ന് ആ ദിവസം ഈ വാർത്ത വരുന്നു, അതിൽ ഈ ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിലിട്ടതാണ് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇതൊക്കെ എന്താ പറയുക, മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കാതെ, ക്രോസ് ചെക്ക് ചെയ്യാതെ പെട്ടെന്ന് ഒരു കടലാസ് കയ്യിൽ കിട്ടുമ്പോൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില ദുരന്തങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ട് വന്ന ദിവസത്തെ രാത്രിയിൽ അന്ന് ഞാൻ നോക്കൂ, ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശേഖർ എൽ കുര്യാക്കോസിനെ വിളിക്കുകയും അദ്ദേഹം 15 മിനിറ്റോളം ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ഒരാളെ ഇങ്ങോട്ട് നമ്മൾ അയാളുടെ കാര്യം പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുക, അയാളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട്. തെറ്റുകൾ ഇപ്പോൾ ഈ പറഞ്ഞ തെറ്റുകളൊക്കെയും ക്രോസ് ചെക്ക് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു വിഷയം മനസ്സിലാക്കുന്നതിൽ, പഠിക്കുന്നതിലൊക്കെ പറ്റുന്ന വലിയ ഗ്രേവായിട്ട്, അത് താല്പര്യങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നതിൻ്റെ പ്രശ്നം അക്കാര്യത്തിലുണ്ട്. എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷേ കൂടുതൽ ആളുകൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ പറ്റുന്ന തെറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന് എതിരായ തെറ്റുകളായിരിക്കുന്നതാണ് അതിന്റെ വിചിത്രം. അങ്ങനെയില്ല, എല്ലാ പാർട്ടികൾക്കെതിരെയും തെറ്റുപറ്റുന്നില്ല. ഇവിടെ YLF-ന്റെ കഴിഞ്ഞ ഫസ്റ്റ് എഡിഷൻ വേദിയിൽ വെച്ചിട്ട് MV ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് പ്രമോദ് രാമൻ മീഡിയയാണ് വലിയ മാപ്പ് പറഞ്ഞത്. അത് ഒരു കാരണവശാലും MV ഗോവിന്ദൻ മാഷെ പോലുള്ള ഒരാൾ പറയില്ല എന്ന് 100% ഉറപ്പുള്ള കാര്യമായിരുന്നു റിപ്പോർട്ടായിട്ട് വന്നത്. ഒരു കാരണവശാലും പറയില്ല ഗോവിന്ദ മാഷ്, മരിച്ചാലും പറയാത്ത കാര്യമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം പിറ്റേ ദിവസം പറയുന്നു പെശക് പറ്റിയതാണെന്ന്. ഇത് പൊളിറ്റിക്സ് ക്ലിയർ അല്ലാത്ത ഒരാൾ പറഞ്ഞതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പറ്റുന്ന പെശകുകളെല്ലാം ഒരു ഭാഗത്തേക്ക് മാത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഇൻട്രിക്കസി.
അല്ല, ഇതിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ 9 കൊല്ലമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തോടാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. തെറ്റ് ആരുടെ കാര്യത്തിലും പറ്റും. നമ്മളിപ്പോൾ എങ്ങനെ ഒരു വിഷയത്തെ കാണുന്നു എന്നുള്ള നിലയിലിരിക്കും ആ കാര്യങ്ങൾ. അടുത്ത ചോദ്യം അഭിലാഷ് അവസാനിപ്പിച്ചത് എല്ലാ ചോദ്യം എന്നോടാണോ? ജനാധിപത്യ സംവാദങ്ങൾ നടക്കുന്നില്ല എന്നില്ലാണ്. ഈ ജനാധിപത്യ സംവാദം നടക്കാതിരിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നത് മാധ്യമങ്ങളാണെന്നുള്ള അഭിപ്രായം എനിക്ക് ഉണ്ട്. 2 കാര്യമാണ്. ഒന്നിപ്പോൾ അപർണക്കുറിപ്പ് ഇവിടെ പറഞ്ഞു ഞങ്ങൾക്കെതിരായിട്ട് ചില അറ്റാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ വയനാട് 2 പേർ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് നമ്മൾ വലിയ ചർച്ച നടത്തുന്നില്ല. എന്നാൽ ഒരു പെൺകുട്ടി തൊഴിലിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, വിദ്യ നമുക്കെല്ലാം വിദ്യ അറിയാം. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു 2 ആഴ്ച നീളം ഈ ചർച്ചയായിരുന്നു, ആരുടെ വിദ്യ. എന്നാൽ ഇത് വലതുപക്ഷത്താകുമ്പോൾ ചർച്ച നടക്കുന്നില്ല. ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഇയാൾ വണ്ടിയിടിച്ച് മരിക്കുന്നില്ലല്ലോ എന്നാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇത് പുറത്തേക്ക് വിടുന്നത് മാധ്യമങ്ങളാണ്. ഇങ്ങനെയൊരു തർക്കാന്തരീക്ഷം ഉണ്ടാകണം, ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരാൾ അവസാനിപ്പിക്കലാണെന്നൊരു അന്തരീക്ഷം കേരളത്തിനകത്ത് ഉണ്ടാക്കിയത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആകെയുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ മാപ്രവിളികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ സ്വയം കൃതാനാർത്ഥം വരുത്തി വെച്ചൊരു കാര്യമാണെന്നുള്ളതാണ് അഭിപ്രായം. കണ്ണടച്ച് നിഷേധിക്കുന്നില്ല ഈ കാര്യം. പക്ഷേ ഈ വയനാട്ടിലെ NM വിജയൻ്റെ മരണവും ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് 3 ദിവസം അടുപ്പിച്ച് ഞാൻ ചർച്ച നടത്തിയതാണ്. കുറച്ച് ലൈറ്റായിട്ട് പറയാം. ഈ ഇടതുപക്ഷത്തെയാണ് മുഴുവൻ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞത് അഭിലാഷ് പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തോടാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ള വിഷയമുണ്ട്. നവീൻ ബാബുവിൻ്റെ വിഷയം വന്ന സമയത്ത് ഇതൊരു കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ലോജിക്കാണെന്ന് തോന്നുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒന്നിടപെടുന്നുണ്ട്. ഭരണപക്ഷമാകുമ്പോൾ ഇടതുപക്ഷം മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന BJP ഉണ്ട്. അങ്ങോട്ട് ചോദ്യം പോകുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ആ ഡിബേറ്റുകൾ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിനകത്ത് ഇപ്പുറത്ത് നിന്ന് ശക്തമായിട്ടൊരു പ്രതിരോധം തീർക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അതൊരു ചാനൽ ചർച്ചയിൽ വരുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോത്രവൈരമാണ് ഈ ചർച്ചയിൽ നടക്കുന്നതെങ്കിലും ഒരു നിരയായിട്ട് നിന്നിട്ടാണ് ഇത് ഡിഫെൻഡ് ചെയ്തത്. ആ സമയത്ത് പാർട്ടി ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും തിരിച്ച്, അതായത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ഒരേപോലെ ആക്രമിക്കാൻ ശക്തമായിട്ടുള്ള ഒരു ഗോളി ആ പോസ്റ്റിനകത്തുണ്ട് എന്ന തരത്തിലുള്ള ഒരു ചർച്ചകളാണ് ആ സമയത്ത് നടന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവാനും ചോദിക്കാനും പലതരത്തിലുള്ള അസംഷൻസ് കൊണ്ടുവരാനും ഒക്കെ ആ ചർച്ചകൾ പറ്റിയിരുന്നു. ഇതിൻ്റെ പൊളിറ്റിക്കൽ സ്ഥാനമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വയനാട്ടിൽ NM വിജയൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് ആ തരത്തിലുള്ള ഒരു ഡിഫൻസ് അപ്പുറത്തില്ല. അതായത് CPM തീർക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫൻസ് അവിടെ ഇല്ല. അത് വീക്കാണ് സ്വാഭാവികമായിട്ടും. ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗോത്രവൈരം പോലെ ഒരു ആക്രമിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു വാദം ഒരു ചർച്ചയിലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു ചെറിയ ലോജിക്കാണ് പറയുന്നത്. അതായത് ഒരു മാച്ച് പോലെയാണ് ഈ ഡിബേറ്റ് നടക്കുന്നതെങ്കിൽ അപ്പുറത്തെ ഒരു ഭാഗം പരിപൂർണമായിട്ട് വീക്കാണ്. CPM-ന്റെ ഒരു കറക്റ്റ് ചർച്ച അല്ല, അത് വ്യൂവേഴ്സും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കമൻറ്റുകളും അങ്ങനെയാണ്. അതിൻ്റെ കമൻറ്റുകളും ആ തരത്തിലാണ്. പക്ഷെ അതെനിക്ക് കഴിഞ്ഞോ? ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ 8 മണി 9 മണിക്ക് കിടക്കുന്ന ഈ ചർച്ചയിലേക്ക് മാത്രമായി ദയവായി ഇതിനെ ചുരുക്കരുത്. അത് ചുരുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വാർത്തയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ഇരുട്ടുമുറി സൃഷ്ടിച്ച് മാധ്യമ ക്ലാസ് എടുക്കുന്നതും എഡിറ്റർമാർ കഥാപാത്രങ്ങളായി വൈകിട്ട് വന്ന് തല്ലുകൂടുന്നതും ഒക്കെയാണ് മാധ്യമപ്രവർത്തനം. അതിനകത്ത് പറയുന്നതാണ് മാധ്യമപ്രവർത്തനമൊന്നും. പകൽ ഞങ്ങളുടെ ബുള്ളറ്റിൽ ഞങ്ങൾക്ക് എന്തും പറയാം എന്ന രീതിയിലേക്കുള്ളൊരു ഇംപ്രഷൻ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അടക്കം കൊടുക്കുന്ന ബുള്ളറ്റിനുകളിലൂടെ, വാർത്താ ബുള്ളറ്റിനുകളിലൂടെ റിപ്പോർട്ടുകളായി നമ്മൾ ജനങ്ങളോട് എന്തു പറയും, അതാണ് വാർത്ത. മറ്റതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ച് പറയുന്ന വർത്തമാനങ്ങൾ മാത്രമാണ്. എന്നിട്ട് അതിൽ വന്ന് വലിയ മാധ്യമ ക്ലാസ് എടുക്കലും വാർത്തകളിൽ വേറെ തരത്തിൽ പരിപാടി നടത്തലും, ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പ് ദൃശ്യമാധ്യമ രംഗത്ത് വളരെ പ്രകടമാണ്. 1. 2, വയനാട്ടിൽ എന്താ സംഭവിച്ചത്? വയനാട്ടിൽ DCC ട്രഷറർ മകന് വിഷം കൊടുത്തു കൊന്നു, സ്വയം മരിച്ചു, ദുരൂഹത നിൽക്കുന്നു, കേസെടുക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സുഖകരമായി
ആ സാധനത്തെ ഓ ആണോ ശരി ആണല്ലേ അപ്പോഴത്തേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ അപ്പുറത്ത് നിന്ന് നേതാക്കന്മാർക്ക് വലിയ പ്രതികരണങ്ങളില്ല, ശരി മടങ്ങിപ്പോകുന്നു. പക്ഷേ അവിടെയല്ലേ ഒരു മാധ്യമ ഉത്തരവാദിത്വം നിൽക്കുന്നത്? നമ്മൾ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്ന് ജനങ്ങളോട് പറയാൻ കിട്ടിയ നല്ല അവസരത്തെ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് നിസ്സാരവൽക്കരിച്ചത്? അത് കേവലം വ്യക്തിപരമല്ലല്ലോ. അതിൽ മുമ്പ് പറഞ്ഞ കേരളത്തിലെ എഡിറ്റോറിയൽ ടീമുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. അതിൽ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. അതിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത് കൈരളി ന്യൂസാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വേറൊരു വലിയ ചാനൽ അവരുടെ മുമ്പ് പറഞ്ഞ പോലത്തെ ചർച്ചകളിൽ ഞങ്ങളാണിത് കൊടുത്തുവിട്ടതെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നിങ്ങളെല്ലാം എന്ന് പറയും. കാരണം നമ്മൾ കൂട്ടത്തിൽ ചെറുതാണല്ലോ, മനസ്സിലായില്ലേ? അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ 2 മണിക്കന്ന് ഈ വാർത്ത പുറത്തുവിടുകയാണ്, ബ്രേക്കിംഗ് ന്യൂസ്. ആ കുറിപ്പ് ആദ്യം കണ്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. ഞെട്ടിപ്പോവും. അസാമാന്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ സാർ എന്ന് KPCC പ്രസിഡന്റിന് കത്തെഴുതിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വളരെ നിസ്സാരമായി തോന്നുന്നെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ അക്കാര്യത്തിലുണ്ട്. AKG സെൻറ്ററിലോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പരിഗണന കൊടുക്കുമോ? പരിഗണനയുടെ ആവശ്യമില്ലാന്നേ. നിങ്ങൾ കണ്ണൂരിൽ ചെയ്തത് ഒരു പരിധിവരെ ആ അവസരത്തിൽ നിന്നുകൊണ്ട് വാർത്തയിലേക്ക് ഇടപെട്ടതാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷേ അതുപോലെ ചെയ്യേണ്ട അതിലും മാരകമായ ഒരു പ്രശ്നം ഇതിനകത്ത് രൂപപ്പെട്ടു. അതിനകത്തൊരു വിയോജിപ്പ് അന്നത്തെ ദിവസം ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന ദിവസം എത്ര പേര് 8 മണിക്ക് ചർച്ച ചെയ്തു? എത്ര പേര് ചർച്ച ചെയ്തു? ഈ കണ്ണൂർ ADM വിഷയത്തിനകത്ത് പ്രതിക്കൂട്ടിൽ നിന്നത് അല്ലെങ്കിൽ നിർത്തിയത് ഒരു സ്ത്രീ ആയതുകൊണ്ട് പൊതുബോധം, സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഏത് തരത്തിലാണ് പ്രതികരിച്ചതെന്ന് അറിയാം. ആ തരത്തിലുള്ള പ്രതികരണം സ്ത്രീയല്ലേ? അല്ല, വയനാട് വിഷയത്തിലുണ്ടായോ എന്നാ ചോദിച്ചത്. PP ദിവ്യക്കെതിരെ ആഞ്ഞടിക്കാൻ കാണിച്ച ആ ഒരു ടെൻഡൻസി അത് വയനാട്ടിൽ ഉണ്ടായില്ല. അല്ല, അതൊരു പൊതുബോധത്തിന്റെ ഒരു പ്രശ്നമില്ലേ? അല്ല, അത് മാധ്യമങ്ങളുടെ റോള് പൊതുബോധത്തിനൊപ്പം സഞ്ചരിക്കാന്നല്ല. പൊതുബോധം അങ്ങനെയാണെന്ന് നമ്മളങ്ങ് പറയാണ്. പൊതുബോധം ഇതാണ്, വയനാട്ടിലെ പൊതുബോധം ഇതാണ്, കണ്ണൂരിലെ പൊതുബോധം മറ്റതാണ്. അതല്ലല്ലോ നമ്മുടെ ജോലി. എന്താണ് പൊതുബോധത്തിനെ മറ്റേ അളവുകോല് വെച്ചിട്ടല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്തയെ ശരിയാം വിധം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയാം, അന്ന് 3 മണിക്ക് ഞാൻ വാർത്ത വായിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ കൈരളി ന്യൂസിൽ വന്ന് പ്രതികരിക്കണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ പ്രശ്നം. അവിടെ അദ്ദേഹം പറയുന്നത് എന്നിട്ട് മുമ്പ് പറഞ്ഞ പോലെയാണ്, അദ്ദേഹം പൊതുയോഗത്തിൽ പ്രസംഗിക്കും പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കേണ്ടി വന്നു. അതിനുശേഷം വൈകുന്നേരമാണ് മറ്റു മാധ്യമങ്ങൾ അത് കൊടുക്കുന്നത്. അന്ന് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു വിഷയമില്ല. ഇപ്പോൾ വാളയാർ എടുക്ക്. വാളയാറിൽ വന്ന വലിയ ട്വിസ്റ്റ്, നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഹരീഷിനോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ട്. ഹരീഷ് 2021 ഇന്ന് പറയുന്ന വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ മറിച്ച് നോക്കി വായിച്ചു നോക്കി. എത്ര ധീരമായ നിലപാടാണ്. കാരണം വലിയ കേസുകൾ ക്ഷണിച്ചു വരുത്താമെന്ന് പ്രേം എഴുതിയിരുന്നു. അതെ, അപ്പോൾ എന്നിട്ടും അന്നെല്ലാം വിടുന്നു, മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഒരു വിഷയത്തിൻ്റെ ഒരു ഡിഫറൻ്റായ വേർഷൻ വന്നാൽ മുൻപ് ഇതെടുത്തു വെച്ച് വലിയ പ്രചാരണം നടത്തിയ ആ കാലത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുക. അന്ന് എന്താണ് ചെയ്തത്, അന്ന് ചെയ്തത് പാളിപ്പോയി, അന്ന് ഈ നിലപാടെടുത്തവർക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന നിലയിലേക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അടക്കം ആ സ്ത്രീയെ മത്സരിപ്പിക്കുന്നു. പല മണ്ഡലങ്ങളിലും UDF ഇതൊരു പ്രചാരണ വിഷയമാക്കുന്നു. അപ്പോൾ അതിനുണ്ടാകുന്ന തിരിച്ചടി അടക്കം വിലയിരുത്തുന്ന മാധ്യമ റിപ്പോർട്ടുകൾ എന്തേ കേരളത്തിൽ അപ്രത്യക്ഷമായി? ഞാനത്രേ ചോദിക്കുന്നുള്ളൂ. ഇത് കാണാൻ പ്രേക്ഷകന് അവകാശമില്ലേ? മുൻകാലങ്ങളിൽ സംഭവിച്ചതിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ പിഴച്ചു പോകുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? വാളയാറിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വയനാടിൻ്റെ കാര്യത്തിൽ ആ ജാഗ്രത എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നത് പ്രധാനം തന്നെയാണ്. സമീപകാലത്തെ അനുഭവങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിലൊരു അഭിപ്രായം കൂടി. ഇന്നലത്തെ മാതൃഭൂമി ന്യൂസിൻ്റെ ചർച്ച വയനാടായിരുന്നു. മറ്റ് ചാനലുകളുടെയും ചർച്ച, കൂടുതൽ ചാനലുകളുടെയും ചർച്ച വയനാടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പക്ഷേ അതല്ല, അതിൽ ലീഡ് ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയാം, അത് നിർബന്ധിതരായ ഘട്ടത്തിലാണ്. ഞാനൊരു കാര്യം പറയാം. അഭിലാഷ് നേരിട്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലെങ്കിലും മാതൃഭൂമി ദിനപത്രം എഴുതിയൊരു കാര്യമുണ്ട്. കൈപിടിച്ച് KPCC, പരിഭവം മറന്നു കുടുംബം. വയനാടിൻ്റെ കാര്യത്തിൽ ഈ തലക്കെട്ട് ആരെങ്കിലും യോജിക്കുമോ? ഇതാണ് പ്രശ്നം. ആത്മഹത്യാക്കുറിപ്പ് വന്ന ഒരു MLA ഒളിവിന് സമാനമായി കർണാടകയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ പത്രം എഴുതിയാണ് കൈപിടിച്ചു KPCC. ആണോ? കൈപിടിച്ചോ KPCC? മാധ്യമങ്ങൾക്ക് അത് തോന്നുമെങ്കിൽ ജനങ്ങൾക്ക് തോന്നിക്കോട്ടെ, എനിക്ക് എതിർപ്പില്ല. പക്ഷേ കേരളത്തിന്റെ മാധ്യമ ലോകത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്ന വിഷയത്തിൽ ഇപ്പോൾ ഇന്നലത്തെ ചർച്ച ഇതാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് മലയാള മനോരമ. മലയാള മനോരമയുടെ ന്യൂസ് ചാനൽ കഴിഞ്ഞ 7 ദിവസത്തിൽ 4 ദിവസവും ചർച്ച ചെയ്തത് വയനാട്ടിലെ ഈ അവരാണ് ഭേദം എന്ന് പറയും. അതെ, ഞാൻ പറഞ്ഞ മനോരമ ചാനൽ ഞാൻ സ്പെസിഫിക് ആയി കേൾക്കണം. മാധ്യമങ്ങളെ ആകെയാണല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണല്ലോ വിഷയം. അത് ഇന്ന ചാനൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതല്ലല്ലോ.
അഭിലാഷ് മനോരമ കോട്ട് ചെയ്ത് സംസാരിച്ചോണ്ട് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറയുന്നത്. മനോരമ ഇപ്പോൾ മനോരമയുടെ എഡിറ്റർ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെയാണല്ലോ ചരിത്രമോ കഥയോ വാട്ടവർ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മാധ്യമങ്ങൾ ഇത് തമസ്കരിക്കുന്നു എന്ന വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാണ്. ഇപ്പം ഞാൻ ചെയ്ത ചർച്ചയുടെ ഒരു ക്ലിപ്പാണ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഇൻട്രോ ആണ് പോകുന്നത് കണ്ടത്. അങ്ങനെ മാധ്യമങ്ങൾ ഇത് പൂർണ്ണമായും തമസ്കരിക്കുന്നു എന്ന വിഷയം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സരിൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിദ്യയുടെ വിഷയമുണ്ടല്ലോ, അതിൽ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള സമീപനം അനുപാതരഹിതമായിരുന്നു. പറഞ്ഞാൽ അത്രയും അർഹിച്ചിരുന്നില്ല, കൂടിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോർഷന് നിരക്കുന്നതായിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അനുപാതരഹിതമായ ആക്രമണം അവിടെ നടന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എടുത്താൽ ആദ്യത്തെ ദിവസം മുഖ്യധാരാ ചാനലുകളിൽ പലതും അന്ന് ഈ ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. കാരണം തൊട്ട് തലേ രാത്രി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ സമയത്താണ് PV അൻവർ MLA ഒരു MLA വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം പുള്ളിയുടെ ഈ പറഞ്ഞ പ്രൈം ടൈം സമയത്താണ് പുള്ളി ഇറങ്ങുന്നു, ജാമ്യം, ഇങ്ങനെയുള്ള മുഴുവൻ ഡ്രാമയും നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അറ്റൻഷൻ ആ വിഷയത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊന്നും സ്ഥാപിത താല്പര്യം. ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ IC ബാലകൃഷ്ണനെയോ ND അപ്പച്ചനെയോ പിന്നെ ആരെയാണ് T സിദ്ദിഖിനെയോ ഒക്കെ രക്ഷിക്കണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഇനി അതിൻ്റെ മുതലാളിമാർക്കോ ഒക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവുക എന്നൊന്നും പറയുന്നത് അസംഗതമായ കാര്യമാണ്. ഇപ്പോൾ പിന്നെ നോക്കൂ, ഇനി പൊതുവായിട്ടൊരു കാര്യം പറയും, ഈ ലോകത്തെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ എന്നുള്ളതല്ല, മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെന്ന് ചോദിച്ചാൽ അതിന് പറയാൻ പറ്റുന്നൊരു ഉത്തരം മുൻവിധി എന്നുള്ളതാണ്. ആളുകൾ വളരെ അവർ സ്വന്തം എന്താ പറയുക മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ കാര്യങ്ങളെയും വിലയിരുത്തുക. അതിപ്പോൾ മാധ്യമങ്ങളെ മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുക. നേരത്തെ ഇപ്പോൾ സരിൻ ചോദിച്ചു, നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ചർച്ച നടത്തുന്നുണ്ട്, BJPക്കെതിരെ ചർച്ച നടത്തുന്നുണ്ടോ എന്ന്. ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഞാൻ ഇതുപോലെ ചോദ്യങ്ങൾ നേരിട്ട സെഷനിൽ ചോദിച്ചത് നിങ്ങൾ എന്താണ് BJPക്കെതിരെ മാത്രം ഇത്രയധികം ചർച്ച നടത്തുന്നത് എന്നാണ്. അപ്പോൾ ചോദിക്കുന്ന ആളുകളുടെ മുൻവിധികൾക്കനുസരിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഓഡിറ്റിംഗ് നടത്താം. കഴിഞ്ഞ 10 കൊല്ലം എടുക്കും. കേരളം ഇടതുപക്ഷവും ഇന്ത്യ BJPയുമാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ട ഏതെങ്കിലും ഘട്ടങ്ങളിൽ വിമർശിക്കാതിരുന്നിട്ടുണ്ടോ? ആ വിഷയങ്ങൾ ടോപ്പിക് ആവാതിരുന്നിട്ടുണ്ടോ? ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് തെളിവുകൾ സഹിതം ഉദാഹരിച്ച് വിമർശിക്കാം. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഞാനൊക്കെ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ബൈ ഡിഫോൾട്ട് ജന്മനാ തന്നെ വലതുപക്ഷ സ്വഭാവമുള്ളതാണ് കോർപ്പറേറ്റ് മീഡിയ. അങ്ങനെയേ പറ്റുള്ളൂ. EMS പണ്ട് പറഞ്ഞ പോലെ എന്നെപ്പറ്റി മനോരമ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമോ ഇടതുപക്ഷ രാഷ്ട്രീയമോ ന്യൂസ് 18-ൻ്റെയോ മാതൃഭൂമി ന്യൂസിൻ്റെയോ മനോരമ ന്യൂസിൻ്റെയോ ഒരു പരിധിവരെ കൈരളി ന്യൂസിൻ്റെ പോലും സപ്പോർട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് വിട്ടിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് അതിനെന്ത് വഴികളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകളെ എന്താ പറയുക പൊളിറ്റിസൈസ് ചെയ്യാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴികൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ YLF എന്നുള്ളത് പോലും കേരളത്തിൽ നടക്കുന്ന മറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പരാതി പറയുന്ന മോഡിൽ നിന്ന് മാറിയിട്ട് എന്തുകൊണ്ട് നമുക്കിത് സംഘടിപ്പിച്ചുകൂടാ വളരെ മനോഹരമായിട്ട്? ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പം നടക്കുന്നതിൽ ഏറ്റവും ബൃഹത്തായ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണിത്. ഇവിടെയുള്ള ആൾക്കൂട്ടം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാ ഗ്രാമാന്തരങ്ങളിലും പഞ്ചായത്തുകളിലും മേഖലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടത്തുകയും അതിൻ്റെ ഒരു കൾമിനേഷൻ കൊച്ചിയിൽ നടക്കുകയും ചെയ്യുക എന്നുള്ളത് വേറെ ഒരാൾക്കും കേരളത്തിൽ നിലവിൽ സാധ്യമല്ല. അപ്പോൾ അതൊരു പ്രതിരോധമാണ്, അതൊരു ഓൾട്ടർനേറ്റീവാണ്. അതേ ഓൾട്ടർനേറ്റീവ് മീഡിയയുടെ രംഗത്തും ചെയ്യുകയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. അതിനുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. പക്ഷേ എല്ലാ ചർച്ചകളും നമ്മൾ ചെയ്യുക, ചാരി ഇരുന്നിട്ട് മാധ്യമ പ്രവർത്തകരെ അത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ നിങ്ങൾ നന്നാവണമെന്ന് പറയാന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് ചെയ്യാവുന്നതിനുള്ള എളുപ്പത്തിൽ കേരളത്തെ മുഴുവൻ സാക്ഷരമാക്കുകയും മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ പറ്റുകയും മുഴുവൻ ആളുകൾക്കും കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുക്കാനും പറ്റുകയും ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല. അഭിലാഷ് ചെയ്യുന്ന കാര്യം ചെയ്യട്ടെ, സമാധാനപരമായിട്ട് ചെയ്യട്ടെ. നമുക്ക് നല്ല പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. വള്ളുവനാട്ടിലാണ് സിനിമ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലല്ലോ ഇവർ ചെയ്തത്. കാസർഗോഡേക്ക് കൊണ്ടുപോകുക സിനിമേനെ മുഴുവൻ. കാസർഗോഡും ഭാഷയും കാസർഗോഡും കക്ഷികളൊക്കെ മലയാള സിനിമേനെ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ ചർച്ച കഴിഞ്ഞോ? അടുത്തതാണ്. യെസ്, ഇതാണ് സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം. കാസർഗോഡേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സിനിമേനെ. അവർ അടക്കി ഭരിക്കുകയാണ്. ഇപ്പം തൊണ്ടി മുതൽ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. അതേ സംഗതി മാധ്യമങ്ങളിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള പണികളാണ് സത്യത്തിൽ DYFIയും അത്തരത്തിലുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അധികം മോഡറേറ്റ് ചെയ്തിട്ടില്ല, അധികം ഡയലോഗ് അടിച്ചിട്ടില്ല എന്നുള്ള സമാധാനത്തോടെ സന്തോഷത്തോടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ നന്ദി എല്ലാവർക്കും. അപർണയ്ക്കും അഭിലാഷിനും ശരത്തിനും എല്ലാവർക്കും നന്ദി.